എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും BQ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാതന്ത്ര്യദിന ക്യൂസ് മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യദിന ഓൺലൈൻ ക്യൂസ് മത്സരം ഓഗസ്റ്റ് 15 വൈകുന്നേരം 5 മണിക്ക് ഗൂഗിൾ ഫോംസ് വഴിയേക്ക് നടത്തുക. ലിങ്ക് കൃത്യം 5 മണിക്ക് തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് ക്യൂസിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഈ ക്യൂസിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ചോദ്യം: ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ്: രവീന്ദ്ര ടാഗോർ, രവി ശാസ്ത്രി, പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ഉത്തരമെന്ന് പറയുന്നത് പിംഗലി വെങ്കയ്യ. ചോദ്യം: ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഓപ്ഷൻസ്: 2:3, 3:2, 3:4. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി 3:2, 3:2. ചോദ്യം: ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻസ്: 1947 ജൂലൈ 22, 1954 ജനുവരി 24, 1964 ജനുവരി 24. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ 1947 ജൂലൈ 22. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻസ്: 1947 ജൂലൈ 22, 1954 ജനുവരി 24, 1964 ജനുവരി 24. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1954 ജനുവരി 24. ചോദ്യം: ഇന്ത്യയുടെ പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻസ്: 2002 ജനുവരി 26, 1954 ജനുവരി 24, 1964 ജനുവരി 24. പുതിയ ഫ്ലാഗ് കോഡ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ 2002 ജനുവരി 26. ചോദ്യം: ഇന്ത്യയിലെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്തെത്തിയ വർഷം? ഓപ്ഷൻസ്: 1991, 2008, 1971. ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്തെത്തിയ വർഷം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി 1971. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ മുദ്ര? ഓപ്ഷൻസ്: അശോക ചക്രം, താമര, സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ മുദ്ര. നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ അശോക ചക്രം. ചോദ്യം: ഈ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം? ഓപ്ഷൻസ്: അശോക ചക്രം, താമര, സത്യമേവ ജയതേ. ദേശീയ മുദ്ര വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി സത്യമേവ ജയതേ. ചോദ്യം: ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന പുഷ്പം? ഓപ്ഷൻസ്: റോസ്, താമര, സൂര്യകാന്തി. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന പുഷ്പം: റോസ്, താമര, സൂര്യകാന്തി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി താമര. ചോദ്യം: അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: സാരനാഥ്, ഡൽഹി, ഹൊസൂർ. അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.
ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ സാരനാഥ്. ചോദ്യം: സാരനാഥ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഉത്തർപ്രദേശ്. സാരനാഥ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഉത്തർപ്രദേശ്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് സാരനാഥ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം: സത്യമായ ജയതെ ആലേഖനം ചെയ്തിരിക്കുന്ന ലിപി. ഓപ്ഷൻസ്: ദേവനാഗരി, ശങ്കരാഭരണം, ബംഗാളി. സത്യമായ ജയതെ ആലേഖനം ചെയ്തിരിക്കുന്ന ലിപി. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ദേവനാഗരി ലിപി. ചോദ്യം: ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്ന ഭാഷ. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ. ഓപ്ഷൻസ്: ദേവനാഗരി, ശങ്കരാഭരണം, ബംഗാളി. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്ന ഭാഷ. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബംഗാളി. ചോദ്യം: ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം. ഓപ്ഷൻസ്: ദേവനാഗരി, ശങ്കരാഭരണം, ബംഗാളി. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം. ഓപ്ഷൻസ്: ദേവനാഗരി, ശങ്കരാഭരണം, ബംഗാളി. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ശങ്കരാഭരണം. നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചോദ്യം: ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. ഓപ്ഷൻസ്: 50 സെക്കൻഡ്, 59 സെക്കൻഡ്, 52 സെക്കൻഡ്. ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 52 സെക്കൻഡ്. കൂട്ടുകാർക്ക് ഈ വീഡിയോയിൽ മൊത്തം ലഭിച്ച മാർക്ക് നിങ്ങൾ പേര് സഹിതം താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ തീർച്ചയായും പങ്കെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്.